ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിളിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്തൊരു കാര്യവും ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ഗൂഗിളിൻ്റെ ഹിസ്റ്ററി ലിസ്റ്റ് പോയി ഡിലീറ്റ് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഗൂഗിൾ യൂസ് ചെയ്യുന്നവരും ഉണ്ട്, അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരക്കാരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗൂഗിളിന് ഒരു ഹിസ്റ്ററി ലിസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ അതെല്ലാം മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഗൂഗിളിൻ്റെ ഹിസ്റ്ററി ലിസ്റ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സെർച്ച്, റിസൻറ്റ് ലിസ്റ്റ്, ഹോമൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ റിസൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ ഇതേപോലെ ഇങ്ങനെ കാണും. റീസെൻ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ എറേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, മുകളിലേക്ക് വലിച്ചിട്ട്. കണ്ടല്ലോ, ഞാനിതൊക്കെ എറേസ് ചെയ്ത് കൊടുക്കുകയാണ്. എറേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഗൂഗിള് ആദ്യം മുതലൊന്ന് തുറന്നു നോക്കാം. ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ. എന്നാലും ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോഴും പോയിട്ടില്ല. നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ താഴെയായിട്ട് കാണാൻ സാധിക്കുമല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല, ഡിലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗൂഗിളിൽ തന്നെ ഞാൻ ടൈപ്പ് ചെയ്യാണ്. www.google.co.in എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞാനിതാ നേരെ ഗൂഗിളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ താഴെയായിട്ട് കണ്ടില്ലേ, സെറ്റിങ്സ്, പ്രൈവസി, ടേംസ്, അഡ്വർടൈസിംഗ് ഒക്കെ അങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ ഞാൻ സെർച്ച് ആക്ടിവിറ്റിയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി പേജിലേക്ക് പോവും. അപ്പോൾ മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിലേക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ അവിടെ ക്ലിയർ ചെയ്തതായിരുന്നു, പക്ഷേ അത് ഹിസ്റ്ററി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ കാണുന്നതൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ടൊരു സെർച്ച് ബട്ടൺ കണ്ടില്ലേ, അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്കൊരു 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾവേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇനി താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. നോ ആക്ടിവിറ്റി, എൻ്റെ ആക്ടിവിറ്റി ലിസ്റ്റ്, ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിരുന്ന ഗൂഗിളിലെ എല്ലാ ഹിസ്റ്ററിയും ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം മുതൽ ഗൂഗിളൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. കണ്ടല്ലോ, ഞാൻ സെർച്ച് ചെയ്തിരുന്ന എല്ലാ ആക്ടിവിറ്റീസും പോയിട്ടുണ്ട്. ഇത് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗൂഗിളിൽ ഇപ്പോൾ നോർമലായിട്ട് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ ഓരോ ലിങ്കുകളാണ് അവിടെ വന്നിട്ടുള്ളത്, അല്ലാതെ ഞാൻ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിരുന്ന ഒന്നുമല്ല. അപ്പോൾ ഇനി ആരെങ്കിലും ഫോണൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ മടിയൊന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മുടെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Thanks for watching.